അവിടെ എന്താ ഗീ ഉണ്ടാക്കുന്നു. അത് തന്നെ ഇവിടെയാണ് ഗീ ഉണ്ടാക്കുന്ന മെഷീനാണ്. ഇതാദ്യം പാല് തിളപ്പിക്കുന്ന ഇതിൽ പാസ്ചറൈസേഷൻ നടക്കുന്ന ഈ മെഷീന്, നല്ല മെഷീന്. അതിനുശേഷം ഇത് തണുപ്പിക്കുന്നു അല്ലേ, തണുപ്പിക്കുന്നു, ഇവിടുന്ന് പാക്ക് ചെയ്യുന്നു. ഇതാണ് സംവിധാനം കേട്ടോ. പശുവും പാല് മാത്രമല്ല, നല്ല പ്യുവർ നെയ്യ്, അതേപോലെ തന്നെ തൈര്, മോര്, പിന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് കേട്ടോ. ഞാനുള്ളത് OK ഫാമിലാണ്. പിന്നെ മെഷീനിൽ ഇത് കറന്നെടുത്തിട്ട് അടുത്ത പ്രോസസ്സ് ഇത് തിളപ്പിക്കുന്നു. തിളപ്പിച്ചതിന് ശേഷം തണുപ്പിക്കുന്നു. പാസ്ചറൈസ്ഡ് പാലാട്ടം. ഒരാളും കൂടെ പരിചയപ്പെടുത്തുക. എഡ്രിക്കോട് പാലച്ചിറമാട് ബ്രിഡ്ജിന് നേരെ താഴെയാണ് OK ഫാം ഫ്രഷ് എന്ന് പറയുന്നത്. ഞാൻ പിന്നെ പലപ്പോഴും ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. പാല് ഒരു പക്ക നാച്ചുറൽ പാല്. നെയ്യാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട മറ്റൊന്ന്. നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് പാലുകളും പാലുൽപ്പന്നങ്ങളും ഉണ്ടല്ലോ, പക്ഷേ നല്ല പാൽ, ഒരുപാട് ബ്രാൻഡഡ് പാലുകളുണ്ട്. പലപ്പോഴും അതിൽ തന്നെ നമുക്കറിയാത്ത ഒരുപാട് കമ്പനികളുണ്ട്. അത് എവിടുന്ന് വരുന്നു, അതിലെന്താ മിക്സിങ്, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ, OK ഫാം ഫ്രഷിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും ഇവിടെ നിന്നും കറന്നെടുത്തത് നിങ്ങളുടെ കൈകളിലേക്ക്. അപ്പോൾ ഇദ്ദേഹമാണ് അദ്ദേഹം. ഓക്കെ, ഞാനിപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി പല പ്രാവശ്യം ഉഷാറാ. എന്നിട്ട് നമ്മളെ നാട്ടിൽ ഇനി ശുദ്ധമായ പാല് കൊടുക്കട്ടെ, നല്ല പാല് കൊടുക്കുക. കാരണം നമ്മൾ ഇത് 2020 സ്റ്റാർട്ട് ചെയ്താ. പിന്നെ അപ്പോൾ ആ സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ നമ്മോട് ഇങ്ങനെ എൻക്വയറി ചെയ്യും, ഇത് പിന്നെ ഇത് എവിടെയെങ്കിലും കിട്ടുമോ, നിങ്ങൾ കൊണ്ടുവന്ന് തരുമോ. അപ്പോൾ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതെന്ത് മൂപ്പര് നല്ലൊരു കർഷകൻ കൂടിയാട്ടാ, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെ തൊട്ടപ്പുറത്ത് എത്ര ഏക്കറുണ്ട് സ്ഥലം? 13 ഏക്കറിൽ കൃഷി നടത്തുന്നു, നെൽകൃഷി ഉണ്ട്. അതെനിക്ക് തോന്നുന്നു അതിന്റെ പുല്ലുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, ഇവിടെ നിന്നുള്ള ചാണകം അവിടെ ഉപയോഗിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല കർഷകനാട്ടാ. ആളുകൾ ധൈര്യമായിട്ട് ഇവിടെ നിന്നോ കാണാൻ പറ്റും, ഏത് സമയം ഇവിടെ എന്താ നടക്കണെന്നുള്ളത് കാണാൻ കഴിയും. അതല്ലേ, വേറെ മിക്സിംഗ് ഒന്നുമില്ല. ഒരു സംഭവമില്ല. നമ്മള് പുറത്തുനിന്ന് പാലെടുക്കുന്നില്ല, നമ്മളെ പാൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അന്നന്നത്തെ പാലാണ് നമ്മൾ അന്നന്ന് വിപണിയിൽ ഇറക്കുന്നത്. ഇവിടെ ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. അത് രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ഉണ്ട്. ഈ ലൊക്കേഷൻ ശരിക്കും പറഞ്ഞു കൊടുക്കി. ഇത് നമ്മള് ഹൈവേല്, പിന്നെ പഴയതും പുതിയ ഹൈവേന്റെ സൈഡില് പാലച്ചിറമാട്. അതായത് എഡ്രിക്കോട്ട് നിന്ന് പഴയ റോഡ് ഉണ്ടല്ലോ കോഴിക്കോട്ടേക്കുള്ള, എഡ്രിക്കോട് പാലം കഴിഞ്ഞ് പാലച്ചിറമാടിലെ, പാലച്ചിറമാടിന്റെ ആ പാലത്തിന്റെ താഴത്തുനിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് കാണാം. നിലവില് ഒന്ന് പാല്, മോര്, തൈര്, നെയ്യ്, സംഭാരം, ലസ്സി, കട്ടിത്തൈര്. എന്താറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേടിച്ചോളി വിപണിന്ന്. പക്ഷെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അല്ലേ, ഒരു വട്ടം നോക്കുക. ഈ സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മുടെ നാട്ടിൽ നിന്നും ഒരു സംരംഭകൻ. നെയ്യ് വേറെ ലെവലാട്ടാ. ഗൾഫ് കൊണ്ടുപോയവരൊക്കെ പിന്നെ കൊണ്ടുപോകാൻ തുടങ്ങിയ റിപ്പീറ്റ് ചെയ്ത് അവിടെ ഹോട്ടലിൽ ഒക്കെ ഉപയോഗിക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. ഗീ റോസ്റ്റിനൊക്കെ ഉപയോഗിച്ചാല്